Well, the first question is by Reverend P.V. Eapen. He says, he asks, in fact, that isn't it very unwise for Christians to publish in the Christian magazines facts like this many, say 200 people from Hindu background have been baptized in the last year, etc. Is it not something which we are doing to provoke the people who are radicals? ഒരു ചോദ്യം ഇതാണ്. ക്രിസ്ത്യാനികളായ നമ്മുടെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ചിലപ്പോൾ കാണാറുള്ളത് പോലെ ഇന്ന സ്ഥലത്ത് ഇത്ര ആളുകൾ ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നു, സ്നാനപ്പെട്ടു, ക്രിസ്തീയ മാർഗം സ്വീകരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഹിന്ദു ചിന്താഗതികളിൽ ശക്തമായിട്ടുള്ള നമ്മളിപ്പോൾ കേട്ടതുപോലെ മനസ്സിൽ ഭയവും കൊണ്ട് നടക്കുന്ന ആളുകളെ പ്രകോപിപ്പിക്കുന്ന ഒരു വിഷയമല്ലേ? അതാണ് ചോദ്യം. Let me just build up a little bit more. Sir, in the Bible we are asked to be wise as serpents and innocent as doves. ദൈവവചനത്തിൽ നമ്മോട് കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നമ്മൾ നിഷ്കളങ്കരുമായിരിക്കണമെന്നാണ്. So let me ask a little broader question as to how in these changing times we as Christians can be wise on one hand. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഈ മാറി വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കർത്താവിൻ്റെ ആ കൽപ്പന എങ്ങനെയാണ് അനുസരിക്കുന്നത്? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും എന്നാൽ അതേ സമയത്ത് നമ്മൾ നിഷ്കളങ്കരുമായിരിക്കണം. On the other hand, in fact there is an article in the Indian Constitution which says, or even the anti-conversion law which says that threat of divine displeasure also should not be told. So there is, on the other hand, a great danger of diluting the gospel and not speaking certain truths out of, say, in quotes, being wise. So where do we draw the line? And in your experience and in your understanding, what are some of the practical things which you can tell our audience regarding this, and answering the question which Reverend P.V. Eapen had asked also? ഇന്ത്യയിലെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യസ്തങ്ങളായ വിശ്വാസം നിലനിർത്താൻ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം വരുമെന്നുള്ള ഭീഷണി മുഴക്കിയിട്ട് ആരെയും അവരുടെ വിശ്വാസമോ മതമോ മാറ്റുവാൻ ഇന്ത്യൻ ഭരണഘടന ആർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. അങ്ങനെയാണെന്ന് വരികിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ക്രിസ്തീയ സുവിശേഷകന്മാരോ ദൈവവചനം പ്രസംഗിക്കുന്നവരോ ജ്ഞാനികളായിട്ട് അങ്ങനെയുള്ള ഭീഷണി ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ സുവിശേഷത്തിന് വെള്ളം ചേർക്കുകയല്ലേ? അതാണ് ചോദ്യം. Yeah, I think it's true that there is no sense in provoking opposition to us. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ളതായിരിക്കുന്ന എതിർപ്പ് അതിന് ശക്തി വർദ്ധിപ്പിക്കുന്ന നിലയിൽ എന്തെങ്കിലും അബദ്ധത്തിൽ നാം ചെയ്യാൻ പാടില്ല. The other side of the fact is, എന്നാൽ അതിൻ്റെ മറുവശം പറഞ്ഞാൽ, that if in a village 10 people become Christian, ഒരു ഗ്രാമത്തിൽ 10 പേര് യേശുവിനെ സ്വീകരിച്ച ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നാൽ you can't really hide it. നിങ്ങൾക്ക് അത് ഒളിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. So everybody in the village will know that. ആ ഗ്രാമത്തിൽ ഒരു കൊച്ചു സ്ഥലമാണല്ലോ, എല്ലാവരും അതറിയും. They will go and report to their leaders. അപ്പോൾ മറ്റുള്ളവര്, ക്രൈസ്തവരായിട്ടില്ലാത്തവര് അവരുടെ നേതാക്കന്മാർക്ക് ആ അറിവ് കൊടുക്കും. And when this begins to happen in every village in a constituency, ഒരു നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്ത് പല ഗ്രാമങ്ങളിൽ ഇത് സംഭവിക്കുമ്പോൾ it doesn't matter whether you advertise it or not, it will be advertised. അതുകൊണ്ട് ഏതെങ്കിലും പത്രമാസികകൾ കൂടെ പ്രസിദ്ധപ്പെടുത്തിയാലും ഇല്ലെന്ന് വരികിലും യഥാർത്ഥ ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നവര് അവര് തന്നെ ഈ സാക്ഷ്യം പറയുന്നതുകൊണ്ട് ഇത് പ്രസിദ്ധമാകും. So we are not in number game, we are in truth game. അതുകൊണ്ട് ഒരു സത്യം അടിസ്ഥാനപരമായി നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ സംഖ്യകൾ എണ്ണം കൂട്ടാനുള്ളതായിരിക്കുന്ന ഒരു പദ്ധതിയിലല്ല, സത്യത്തിന്റെ വർധന ഉണ്ടാകണം, സത്യം ഹൃദയങ്ങൾ പതിയണം. Jesus is not building an army against Caesar. കൈസർക്കെതിരായിട്ട് ഭൂമിയിലായിരുന്നപ്പോൾ യേശു ഒരു പട്ടാളത്തെ ഒന്നും ഉണ്ടാക്കിയില്ല. He is building a followers of truth against the followers of deception. വഞ്ചനയുടെ പുറകെ പോകുന്ന ആ വലിയ സമൂഹത്തിനെതിരെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കുക മാത്രമാണ് യേശു ചെയ്തത്. Will there be a conflict between light and darkness?
വെളിച്ചവും ഇരുളുമായിട്ട് ഒരു സംഘർഷം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ it will be there, Jesus said. നിശ്ചയമായിട്ടും ഉണ്ടാകും, അല്ലെങ്കിൽ വെളിച്ചമല്ല. So being wise as a serpent doesn't mean that you will be able to avoid the conflict. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാൻ യേശു പറഞ്ഞത് കേട്ടോണ്ട് അങ്ങനെ ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടാകാത്ത നിലയിൽ നിങ്ങൾക്ക് ആർക്കും ക്രിസ്ത്യാനിയായിട്ടിരിക്കാൻ But കഴിയില്ല. don't provoke a conflict unnecessarily. എന്നാൽ അനാവശ്യമായിട്ട് പ്രകോപനമുണ്ടാകുന്ന നിലയിൽ നാം ആരും പെരുമാറരുത്. It's not a battle of numbers. ഇത് എണ്ണം തമ്മിലുള്ളതായിരിക്കുന്ന ഒരു പോരാട്ടമല്ല. What we are എണ്ണത്തിന് trying to do is to make India a great nation based on truth and God's word and God's law. ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ സത്യത്തിലും അധിഷ്ഠിതമായി നമ്മുടെ ഭാരതത്തെ ഒരു മഹത്തരമായ രാഷ്ട്രമാക്കാനുള്ള ആത്മാർത്ഥമായിരിക്കുന്ന ഉദ്യമമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും. Sir, there are a lot of questions which they are sorting, and many of them want to know about this Ghar Wapsi program which the Hindu radicals are doing, and what needs to be our perspective on this Ghar Wapsi program. ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു പദമാണ്, പലർക്കും പരിചിതമായിരിക്കും, ഘർ വാപ്പസി, വീട്ടിലേക്ക് മടങ്ങി വരുന്ന കാര്യം. അത് പലരുടെയും ചോദ്യമാണെന്ന് എനിക്കറിയാം, പലരും അത് എഴുതിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? Well, essentially my perspective is this. അതിൻ്റെ കേന്ദ്ര വിഷയമായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്, that the conversion movement as it has been going on, particularly in the north of India, വടക്കേ ഇന്ത്യയിൽ വീണ്ടും ഹിന്ദു മാർഗത്തിലേക്ക് ഇതര വിശ്വാസങ്ങളിലേക്ക് പോയവരെ മടക്കി കൊണ്ടുവരുവാനുള്ള ശ്രമം കുറേ നാളായി തുടങ്ങിയിട്ട് is perceived as a threat. It should be perceived as a blessing, but it is perceived as a threat. വാസ്തവത്തിൽ സനാതന ഹിന്ദു മാർഗത്തിലേക്ക് ആളുകളെ മടക്കി കൊണ്ടുപോകാനുള്ളതായിരിക്കുന്ന ശ്രമങ്ങളോ ഒക്കെ ഒരു ഭീഷണിയായിട്ടാണ് ക്രിസ്ത്യാനികൾ കരുതപ്പെടുന്നത്. വാസ്തവത്തിൽ അതൊരു നല്ല അവസരമായിട്ട് കരുതണമെന്നാണ് ഞാൻ പറയുന്നത്. When people turn from sin to the Savior, everybody should be happy. വാസ്തവത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാപകരമായൊരു ജീവിതത്തിൽ നിന്ന് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഏത് ജനത തിരിഞ്ഞാലും ഭരണാധികാരികൾ ഉൾപ്പെടെ എല്ലാവരും സന്തോഷിക്കുകയാണ് വേണ്ടത്. But because people think of democracy as majoritarianism, കാരണം ജനാധിപത്യത്തെ തെറ്റായ നിലയിൽ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ഭരണമാണെന്നുള്ള വികലമായ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് എണ്ണത്തിൽ അവർ കുറഞ്ഞു പോകുമെന്നുള്ള ഭയമുള്ളത്. they are unnecessarily threatened politically. അതുകൊണ്ട് രാഷ്ട്രീയമായ നിലയിലും ഇതൊരു ഭീഷണിയായിട്ട് പലരും അടിസ്ഥാനമില്ലാതെ അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. So they want to stop it. അതുകൊണ്ട് തന്നെ മതപരിവർത്തനം ഏത് നിലയിലും തടയണം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വരുന്നു. But how do you stop a woman who had this terrible kidney stone or whatever, and Jesus heals her? How do you stop her from? ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, കഠിനമായ വയറ്റിലെ വേദന കൊണ്ട് കഷ്ടപ്പെട്ട ഒരു സഹോദരി യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്നില്ലെന്ന് അവളെ തടയാൻ ആർക്കാ കഴിയുന്നത്? So they are trying to persecute the healer and the evangelist. അതിന് കാരണമായ ഒരുപക്ഷെ ദൈവവചനം പ്രഘോഷിച്ചതായിരിക്കുന്ന ആ വ്യക്തിയെയോ സുവിശേഷകനെയോ ഒക്കെ പീഡിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. But deeper than that, എന്നാൽ അതിൻ്റെയൊക്കെയും അടിയിലേക്ക് പോയാൽ the problem is, will the government remain neutral and maintain law and order, or will the government support mobs from using force? ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം, അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഭരണത്തിലുള്ള അധികാരം ഉപയോഗിച്ച് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമോ, അതോ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദത്തെ മാനിച്ച് സത്യത്തെ കുഴിച്ചു മൂടുമോ? ഇതാണ് ചോദ്യം. Especially when you try and reconvert the Muslims. പ്രത്യേകിച്ചും മുസ്ലിം വിശ്വാസത്തിലേക്ക് പോയവരെ വീണ്ടും ഹിന്ദു മാർഗത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വിപ്ലവം പുറപ്പെടാൻ സാധ്യതയുണ്ട്. You can have riots. ശരിക്കു പറഞ്ഞാൽ വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. And that will create trouble. അങ്ങനെയുള്ള കലാപം ഒരു ഭരണ തലത്തിരിക്കുന്നവർക്കും സ്വീകാര്യമല്ല. I believe, ഞാൻ വിശ്വസിക്കുന്നു, that Modi ji is serious that he wants to give good governance to India. ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ ഒരു നല്ല ഭരണം കാഴ്ചവെക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. To give good governance, ഒരു നല്ല ഭരണം കാഴ്ചവെക്കണമെങ്കിൽ he knows അദ്ദേഹത്തിന് അറിയാം that first battle he has to fight is to control bureaucracy and its corruption. അധികാര ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ
അഴിമതിയെയും അവർ അതിനെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിനെയും കടിഞ്ഞാണിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. I won't take any bribe, I won't let you take any bribe. അദ്ദേഹത്തിന്റെ നിലപാടിന്റെ അർത്ഥം ഇതാണ്: ഞാൻ കൈക്കൂലി സ്വീകരിക്കുകയില്ല, നിങ്ങൾ കൈക്കൂലി വാങ്ങിക്കാൻ അനുവദിക്കുകയുമില്ല. But no collector or police inspector takes bribe without patronage of MP, MLA, minister. നമുക്കൊക്കെ അറിയാവുന്ന ഒരു പച്ച പരമാർത്ഥമാണ്, അധികാരത്തിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു ജില്ലാ കലക്ടറോ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മൗന അനുവാദമില്ലാതെ ഒത്താശയില്ലാതെ കൈക്കൂലി വാങ്ങുകയില്ല. So to give good governance, Modi has to control the BJP MPs and MLAs. അതുകൊണ്ട് ഭാരതത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റാണ് ഒരു നല്ല ഭരണം ഇവിടെ കാഴ്ചവെക്കണമെന്ന് വരികിൽ ഭൂരിപക്ഷം വരുന്ന BJP യിലുള്ളതായിരിക്കുന്ന MLA-മാരെയും MP-മാരെയും അദ്ദേഹത്തിന് നിയന്ത്രിക്കണം. So he doesn't allow bureaucracy, he doesn't allow BJP MP MLAs to take bribes. അതുകൊണ്ട് തൻ്റെ തന്നെ പാർട്ടിയിലുള്ളതായിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങളെയും MLA-മാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും കൈക്കൂലി വാങ്ങിക്കുവാൻ അദ്ദേഹം ഒരിക്കലും അനുവദിക്കുന്നില്ല. All the BJP activists who didn't get the tickets or who lost election, തെരഞ്ഞെടുപ്പിന് നിൽക്കാനായിട്ട് ടിക്കറ്റ് കിട്ടാത്തവർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർ, how do you control them? അവരെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നേ? Now they will all become RSS members or members, activists of Bajrang Dal or this or that. അവർക്ക് ഭരണത്തിൽ ഒരു MP MLA ആയിട്ട് വരാൻ കഴിയാത്ത വ്യക്തികളൊക്കെ, ഞാനിത് വെറുതെ പറയുന്നതല്ല, ഒരു വലിയ സാധ്യതയാണ്, അവര് RSSന്റെയും ബജരംഗ ദളിന്റെയും ഒക്കെ സജീവ പ്രവർത്തകരായി മാറും. They will take donations from people. അവര് ആളുകളിൽ നിന്നും കൈക്കൂലിയല്ല, അവർ സംഭാവന സ്വീകരിക്കും RSSന് വേണ്ടി, for their temple. അവരുടെ ഒരുപക്ഷെങ്കിൽ ക്ഷേത്രം പണിയാനായിരിക്കും. And then they will put pressure on bureaucrats to get this work done or that work done. അങ്ങനെയുള്ളവര് അവരും അധികാരത്തിന്റെ പിൻബലം ഉപയോഗിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദം ചെലുത്തി അവർ കാര്യങ്ങൾ സാധിക്കും. So corruption remains. Instead of BJP getting the money, RSS gets the money. അതുകൊണ്ട് വാസ്തവത്തിൽ അഴിമതി ഒന്നും തുടച്ചു നീക്കുക എളുപ്പമുള്ള കാര്യമല്ല. BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് നേരിട്ട് കിട്ടുന്ന സ്ഥാനത്ത് മറ്റു പലയിടങ്ങളിലേക്കും ഈ കൈക്കൂലി അഴിമതി തുടരുന്നു. So Modi has to say to the bureaucrats and politicians, don't listen to RSS activists. അതുകൊണ്ട് നല്ല ഒരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ മോഡിയുടെ മുൻപാകെ ഒരു വഴിയേ ഉള്ളൂ. ഈ രാഷ്ട്രീയക്കാരോട് പറയേണ്ടി വരും, RSSന്റെ നേതൃത്വം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. That creates a conflict between Modi and RSS and Vishwa Hindu Parishad. അങ്ങനെ ഒരു സാഹചര്യം നിശ്ചയമായിട്ടും ഉള്ളത് കൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാരത്തിലുള്ള വ്യക്തിയും RSSഉം അല്ലെങ്കിൽ ആ ചിന്താഗതിയുള്ള വ്യക്തികളും അധികാരവുമായിട്ടൊരു ഒരു പോരാട്ടമുണ്ട്. They can't say to Modi, you have to let us take bribe. അവർക്കും പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല, മോഡി ഞങ്ങൾ കൈക്കൂലി വാങ്ങിക്കാനായിട്ട് നീ തടസ്സം ഉണ്ടാക്കരുതെന്ന്. But they have to control Modi or Modi has to control them. ഈ രണ്ടിലൊരു കാര്യം നടന്നേ പറ്റുള്ളൂ. ഒന്നുകിൽ RSS അല്ലെങ്കിൽ അതിനോട് ചേർന്ന സംഘടനകൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോഡിയെ നിയന്ത്രിച്ചു വരുതിയിൽ വരുത്തും, അല്ലെങ്കിൽ മോഡി അവരെ നിയന്ത്രിക്കണം. Ghar Wapsi conversion is one issue. അതുകൊണ്ട് ഈ ഘർ വാപ്പസി എന്ന് പറയുന്ന പുരാതന ഹൈന്ദവ സംസ്കാരത്തിലേക്ക് മടങ്ങി വരുന്നത് ഒരു വിഷയമാണ്. Ram Mandir is another issue. അയോധ്യയിലെ രാമക്ഷേത്രം പണിയുന്നത് വേറൊരു വിഷയമാണ്. Gita as national scripture or Sanskrit as compulsory language, these are other religious issues. ഗീത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പുസ്തകം ഗ്രന്ഥമാക്കുന്ന കാര്യം, അല്ലെങ്കിൽ തന്നെ സംസ്കൃതത്തെ ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാക്കുന്ന ഇതൊക്കെ ഉണ്ട്. They want to use these issues to control Modi. അവർ ഈ വിഷയങ്ങളൊക്കെ എന്തിനാണ് ഇറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കണം. So his problem is who is steering the country's steering wheel. അതുകൊണ്ട് ഇന്ന് നരേന്ദ്രമോദിയുടെ ഹൃദയത്തെ മഥിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഞാൻ ചിന്തിക്കുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണ ചക്രം യഥാർത്ഥത്തിൽ ആരാണ് തിരിക്കുന്നത്? Will he control the steering wheel? Will he set the agenda, or will the Hindutva Parivar, Sangh Parivar set the agenda? അദ്ദേഹം ആയിരിക്കുമോ ആ സ്റ്റിയറിംഗ് തിരിക്കുന്നത്, ഭരണചക്രം തിരിക്കുന്നത്, അതോ ഹിന്ദുത്വ ചിന്താഗതിയുള്ള ആളുകളായിരിക്കുമോ? അത് തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. So at this moment the battle is not between Hindu and Christians. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ള പോരാട്ടം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടൊന്നും അല്ല. The battle is between Sangh Parivar, Hindutva force and Modi.
ആ ഹിന്ദുത്വ ഫോഴ്സ് ശക്തി സംഘപരിവാരും ഒരു വശത്ത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ മറുവശത്തും ഇവർ തമ്മിലാണ് ഇപ്പം മൽപ്പിടുത്തം നടക്കുന്നത്. This is a battle that was fought by Indira Gandhi, whether the Congress party will control her or she will control the Congress. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്തും വേറൊരു തരത്തിൽ ഇങ്ങനെയാണ് നടന്നത്. പാർട്ടി പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുമോ അതോ പ്രധാനമന്ത്രി പാർട്ടിയെ നിയന്ത്രിക്കുമോ? The classic battle was fought by Stalin in Russia, whether Communist Party will control Stalin or Stalin will control the party. കുറേ വർഷങ്ങൾ പുറമോട്ട് പോയാൽ റഷ്യയിലും ഇത് തന്നെയാണ് നടന്നത്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റാലിനെ നിയന്ത്രിക്കുമോ അതോ ഭരണാധികാരിയായ സ്റ്റാലിൻ പാർട്ടിയെ നിയന്ത്രിക്കുമോ? So this is Modi's Stalin movement. He has to decide whether he will control the Sangh Parivar or be controlled by them. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന മോഡിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കുന്ന നിമിഷങ്ങളാണിത്. അദ്ദേഹം അധികാരം യഥാർത്ഥത്തിൽ കൈയാളുമോ അതോ താൻ നിയന്ത്രിക്കപ്പെടുമോ? He has failed to bring black money back. ഇന്ത്യയുടെ വെളിയിലുള്ളതായിരിക്കുന്ന കുഴൽപ്പണം മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതുവരെ താൻ വിജയിച്ചിട്ടില്ല. So far he has not succeeded in bringing direct foreign investment into India. ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്നുള്ളതായിരിക്കുന്ന മൂലധന നിക്ഷേപത്തിന്റെ കാര്യത്തിലും കാര്യമായിട്ടൊന്നും അദ്ദേഹം വിജയിച്ചിട്ടില്ല. President Obama's coming is the big public relations exercise to attempt to bring the foreign investment into India. വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുവാനുള്ളതായ ആ താല്പര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് പ്രസിഡന്റ് ഒബാമയുടെ ഭാരത സന്ദർശനം ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. And he doesn't want these problems of communal disharmony. അതുകൊണ്ട് അങ്ങനെ വിദേശ നിക്ഷേപം വെളിയിൽ നിന്ന് വരണമെന്ന് വരികിൽ ഇവിടെ സാമുദായികമായിരിക്കുന്ന സംഘർഷം നിലനിൽക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ചിത്രം വിദേശ രാജ്യങ്ങൾക്ക് ഉണ്ടായിക്കൂടാ. But the Sangh Parivar knows that this is the time to try and control him. If they don't control him now, then he will control them. അതുകൊണ്ട് സംഘപരിവാറിനറിയാം ഈ സന്ദർഭം ഉപയോഗിച്ച് നരേന്ദ്രമോദിയെ നിയന്ത്രിച്ചില്ലെന്ന് വരികില്ല, പിന്നെ ഒരിക്കലും അവരുടെ വരുതിയിൽ അദ്ദേഹത്തെ കിട്ടുകയില്ല. So this Ghar Wapsi movement is really part of that big conflict. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിവരിച്ചതായിരിക്കുന്ന ആ വലിയ സംഘർഷത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഘർ വാപസി എന്ന് പറഞ്ഞൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നത്. In the near future I am not really worried about this problem. അതുകൊണ്ട് ഈ സമീപ ഭാവിയിൽ ഈ ഘർ വാപസി ഒന്നും യഥാർത്ഥ ക്രിസ്ത്യാനികളായിരിക്കുന്നവർക്ക് ഒരു വിഷയമായിരിക്കില്ല. This will boomerang on them. വാസ്തവത്തിൽ അവർ ഇതിനു വേണ്ടി കൂടുതൽ പരിശ്രമിച്ചാൽ ഇത് തിരിഞ്ഞ് അവരെ കൊത്തുന്ന ഒരു വിഷയമായിട്ട് തീരത്തേ ഉള്ളൂ. A Muslim friend put it like this. ഒരു മുസ്ലിം സ്നേഹിതൻ ഇങ്ങനെയാണ് പറഞ്ഞത്, that we can transform India without truth. നമുക്ക് ഇന്ത്യയെ സത്യം കൂടാതെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. If 1 lakh Bhangis become Muslims, ഇന്ത്യയിലെ 1,00,000 ഹൈന്ദവ സന്യാസിമാരെ മുസ്ലിങ്ങളായാൽ, Bhangis, sweepers. ക്ഷമിക്കണം, 1 lakh sweepers become ഇന്ത്യയിലെ തൂപ്പുകാർ 1,00,000 പേര് മുസ്ലിങ്ങളായാൽ, Dalits. Okay. He used the word Bhangi. Let's use the word Dalit. Okay. If 1 lakh Dalits become Muslims, ദളിത് വിഭാഗത്തിൽപ്പെട്ട 1,00,000 പേര് പെട്ടെന്ന് ഇസ്ലാം വിശ്വാസത്തിലേക്ക് വന്നാൽ, a month later they take 5 lakhs of rupees each from Hindus and become Hindus again. അവര് ഈ 1,00,000 പേര് ഈ ഹൈന്ദവ സംഘടനകളിൽ നിന്നും ഒരു 5,00,000 രൂപ വീതം വാങ്ങിച്ചുകൊണ്ട് വീണ്ടും ഹിന്ദുക്കളായാൽ, then all the Brahmins will become smart and they will upgrade the lower caste to higher caste status. അങ്ങനെ ഇവർ തിരിച്ച് ഹൈന്ദവ മാർഗത്തിലേക്ക് പോയാൽ ഇന്ത്യയിലെ സവർണര്, ഉന്നത കുലത്തിലുള്ളവരെന്ന് കരുതുന്ന ബ്രാഹ്മണന്മാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ദളിത് വിഭാഗക്കാരെ എല്ലാം അവരുടെ സ്റ്റാറ്റസ് അങ്ങ് ഉയർത്തും. So caste and untouchability, inequality will all end and India will be transformed without truth. ഈ മുസ്ലിം സ്നേഹിതൻ പറഞ്ഞതാണ് കേട്ടോ, തമാശയായിട്ട് കരുതിയാൽ മതി. അങ്ങനെ ഇന്ത്യയിലുള്ളതായിരിക്കുന്ന ഈ ജാതിഭേദവും മറ്റ് അസമത്വങ്ങളും എല്ലാം മാറി ഇന്ത്യയെ ആകെപ്പാടെ രൂപാന്തരപ്പെടുത്താം. So there are enough Dalit leaders who understand this. ദളിത് നേതാക്കന്മാർക്ക് ഈ പറഞ്ഞ ഭാഷ മനസ്സിലാവും. And they are saying to the Sangh Parivar, സംഘപരിവാറിനോട് അവർ ഈ കാര്യം പറയുന്നുണ്ട്, you get us this, that and the otherwise we become Christians or Buddhists or Muslims. അവർ വാസ്തവത്തിൽ സംഘപരിവാറിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഡിമാൻഡ്സ് ഇതൊക്കെയാണ്, വേഗത്തിൽ ഇതൊക്കെ സാധിപ്പിച്ചു തന്നല്ല, ഞങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ബുദ്ധമതമോ ക്രിസ്തീയ മാർഗമോ സ്വീകരിച്ചു. Ghar Wapsi is a double-edged sword which will hurt Hinduism right now. അതുകൊണ്ട് തന്നെയാണ് നാം മനസ്സിലാക്കണം, ഈ ഘർ വാപസി എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ഇത് നമുക്ക് ഭീഷണിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിലും ഇത് സംഘപരിവാറിനെ തിരിഞ്ഞടിക്കാനുള്ള ഒരു കാര്യമാണ്. Some evangelists will suffer, some churches will suffer. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ചില സുവിശേഷന്മാരെ ചില
സഭകൾക്ക് But in the കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. in the end, these gimmicks will hurt Hinduism. എന്നാൽ ആത്യന്തികമായിട്ട് ഈ തന്ത്രങ്ങളൊക്കെ ഹൈന്ദവ സമൂഹത്തിന് മാത്രമേ ദോഷമുണ്ടാക്കുകയുള്ളൂ. We have very less time, so the next few questions, one of the questions which is very related to what we are speaking, when there is persecution, apart from prayer, what are there any other things that Christians can do as a response to persecution? ക്രിസ്ത്യ വിശ്വാസത്തിന് പീഡ അല്ലെ ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിസ്സഹായതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അടിസ്ഥാനപരമാണ്. പക്ഷേ അത് കൂടാതെ മറ്റെന്തെങ്കിലും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകാനുണ്ടോ? Thank you. I had actually thought of making my main lecture on that subject. വാസ്തവത്തിൽ ഓക്കെ, ഞാൻ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. But I decided to speak on truth. എന്നാൽ സത്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഒടുവിൽ അവസാനം ഞാൻ നിർബന്ധിതനാകുകയായിരുന്നു. So sometime I have to take an hour to answer that question. വാസ്തവത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ 1 മണിക്കൂർ എനിക്ക് ലഭിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി 12 മിനിറ്റേ ഉള്ളെന്ന് ബ്രദർ പറഞ്ഞും കഴിഞ്ഞു. Jesus says, when you are persecuted, യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ rejoice and be glad. നിങ്ങൾ സന്തോഷിച്ച് തുള്ളാനാ കർത്താവ് പറഞ്ഞത്. Peter says that in 1 Peter chapter 1. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു, that you are being persecuted, നിങ്ങൾ നിശ്ചയമായിട്ടും ഉപദ്രവിക്കപ്പെടും, and you are filled with joy unspeakable and full of glory. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായിരിക്കുന്ന ആനന്ദത്താൽ നിങ്ങൾ നിറയുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. Gladys Staines, ഗ്രഹാം സ്റ്റെയിൻസിന്റെ വിധവയായിരിക്കുന്ന സഹോദരി പറഞ്ഞത്, her husband and sons were burnt alive, തന്റെ ഭർത്താവും തന്റെ 2 ആൺമക്കളും അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടപ്പോൾ she glorified the Lord. കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ആ വിധവയായ ക്രിസ്തീയ വനിത ചെയ്തത്. യേശുവിനെ ഇന്ത്യയിലെ മഹത്വം ഉയർത്തുന്ന ഒരു പ്രവൃത്തി. All India Christian Council, ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ destroyed that testimony. ആ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. Anything happens, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ they attack Advani and Vajpayee as fascists. ശരിക്കും പറഞ്ഞാൽ ഈ BJPയുടെ തലപ്പത്തുള്ളതായിരിക്കുന്ന അദ്വാനിയെയും മോഡിയെയും ഒക്കെ വാക്കുകൾ കൊണ്ട് അവരെ എതിർക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. And AICC did it for years, every single day, abusing Advani and Vajpayee and BJP as fascists all over the world, even when they had nothing to do with the persecution. വാസ്തവത്തിൽ പല സ്ഥലങ്ങളിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് നേരിടുന്ന പീഡയ്ക്ക് വാജ്പേയിയോ അദ്വാനിയോ ഇവരാരും തന്നെ കാരണക്കാരല്ലെങ്കിലും അവരെ മതവിദ്വേഷികളെന്ന് മുദ്ര കുത്തി അവർക്ക് മോശമായ പേരുണ്ടാക്കാനാണ് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Now EFI has and I'm putting it in public so that hopefully Richard Howell will hear it from YouTube. Now EFI is doing some of that. The EFI, Evangelical Fellowship of India, അങ്ങനെയുള്ള കാര്യം ചെയ്യാണ്. ഞാനിതങ്ങ് പരസ്യമായിട്ട് പറയാൻ മടിക്കുന്നില്ല, അവർ കേൾക്കട്ടെ. Now imagine there is a persecution. ഒരു പീഡ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായി എന്ന് വിചാരിക്കുക. And EFI publishes a news item globally. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ ലോകത്തിൽ എല്ലായിടത്തും പ്രചരിക്കുന്ന നിലയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയാണെന്ന് വിചാരിക്കുക. Praise God that brother Mohan was beaten up in Chhattisgarh. ഛത്തീസ്ഗഡില് സഹോദരൻ മോഹൻ എന്ന് പറയുന്ന ഒരാള് അതിനെ ഒത്തിരി അടികൊണ്ടു. ഹിന്ദു വിരോധി. He had the honor of suffering persecution. അവന് കഷ്ടം അനുഭവിക്കാനുള്ളതായിരിക്കുന്ന ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. The whole atmosphere in the country will change. അങ്ങനെ അവർ മറിച്ച് പറഞ്ഞിരുന്നെന്ന് വരികില് ഈ രാജ്യത്തിലെ അന്തരീക്ഷം തന്നെ മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. So that is true spirituality. That's why I wanted to expound 1 Peter 1. I chose not to. 1 പത്രോസ് 1-ാം അധ്യായത്തെ അധികരിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഇന്ന് അതിനുള്ള അവസരം ഉണ്ടായില്ല. വാസ്തവത്തിൽ ആ നിലയിലാണ് നാം കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത്. Jonathan Edwards, who was the leader of the first Great Awakening, അമേരിക്കയിലെ ഫസ്റ്റ് ഗ്രേറ്റ് അവേക്കനിങ് എന്ന് പറയുന്നതിൻ്റെ നേതാവായിരുന്ന ജോനഥാൻ എഡ്വേർഡ്സിനെ കുറിച്ച്, that it came about as a result of his exposition of 1 Peter 1. 1 പത്രോസ് 1-ാം അധ്യായം ജോനഥാൻ എഡ്വേർഡ് വിശദമായിട്ട് പഠിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. So
Besides prayer, what should we do when we are persecuted? ചോദ്യം ഇതാണ്, നാം പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് കൂടാതെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? Because my time is so short, let me just give one answer. We should begin to rejoice. അതുകൊണ്ട് ഞാൻ സമയക്കുറവുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് How അവസാനിപ്പിക്കട്ടെ. is this ദൈവവചനം പറയുന്ന പോലെ നാം സന്തോഷിക്കാൻ തുടങ്ങണം. How is this related to Great Awakening revival? ഒരു വലിയ ഉണർവ് ഇന്ത്യയിലെ നവീകരണത്തിന് ഒരു മുഖാന്തരമാകുന്നത് എങ്ങനെയാണ്? I don't have the time to go into that, but I recommend that you read Jonathan Edwards' great religious affections. ഗ്രേറ്റ് റിലീജിയസ് അഫെക്ഷൻസ് എന്ന് പറയുന്ന ജോനാഥൻ എഡ്വേർഡ്സിന്റെ പ്രസിദ്ധമായ പുസ്തകം നിങ്ങൾ ചിലരെങ്കിലും സമയമെടുത്ത് വായിക്കണം. I think the person who asked the question had probably this in mind. Should Christians say organize themselves, stage peaceful protests, peaceful demonstrations, go to court, or take advantage of the legal system, etc.? ചോദിച്ച ആളുടെ ചോദ്യത്തിന്റെ ഉത്തരവേ ഉള്ളൂ. നമ്മൾ ഉത്തരവല്ല, ചോദ്യത്തിൽ ഒരുപക്ഷെ മനസ്സിലുണ്ടായിരുന്നായിരിക്കാം നമ്മൾ സമാധാനപരമായ പ്രതിഷേധങ്ങൾ, ചില പടങ്ങളൊക്കെ ഞാൻ കണ്ട് മുഖം കറുത്ത ഉണി കൊണ്ട് മൂടി കെട്ടിയിട്ട് നടക്കുക, ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളോ ഒക്കെ സംഘടിപ്പിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? The time is to this is a complex question. സങ്കീർണമായ ഒരു ചോദ്യമാണ്. Not 12 more minutes, 5 more minutes. I'll be glad to do that, but actually you're going to get more confused if I don't answer it properly. അതെ, അത് മുഴുവനായിട്ടും വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചിലർക്ക് കൂടുതൽ ചിന്താക്കുഴപ്പം ഉണ്ടാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് സങ്കീർണമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് ഇപ്പം പോകാതിരിക്കുന്നതല്ലേ നല്ലത്. One of our problems is that these groups that have been talking about persecution big time, AICC, EFI, etc. ഈ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ നേരിടുന്ന പീഡയെക്കുറിച്ച് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പും മറ്റ് സംഘടനകളൊക്കെ ഒത്തിരി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും they have confused us so badly that we can't even define the word persecution. വാസ്തവത്തിൽ എന്താണ് എതിർപ്പ്, ക്രിസ്തീയ പീഡ എന്നുള്ളതിനെ ഒന്ന് നിർവചിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ മനസ്സിനെ അവർ ഈ സംഘടനകളൊക്കെ ചിന്താക്കുഴപ്പത്തിലാക്കി. So let me just explain the problem why I can't do it in 3 minutes. 3 മിനിറ്റ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ പറയാം. Okay. So okay, fine. But no. We can't take too many questions. If you want proper answer, let's take one question, spend 10 minutes on it. Okay. Because this is more practical. If you really want to understand it, let's not do 10 questions. You ask those questions, I'll answer them on YouTube. നമുക്ക് സമയം ഇന്ന് കിട്ടുന്നില്ലെന്ന് വരിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ അങ്ങനെ ബാക്കി വെക്കണ്ട, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, യൂട്യൂബിൽ അതിനെ ഞാൻ ഉത്തരം പറയാം. How deeply the Indian church is confused, that needs to be clarified. ഇന്ത്യയിലെ ഇന്നത്തെ ക്രൈസ്തവ സഭ എന്തുമാത്രം ഈ കാര്യത്തിൽ ചിന്താക്കുഴപ്പത്തിലാണെന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. A Hindu girl comes to Christian school. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഒരു ക്രിസ്തീയ സ്കൂളിലേക്ക് വരുന്നു. On Monday morning, തിങ്കളാഴ്ച രാവിലെ വരുന്നു. She has mehendi all over her hand. അവളുടെ കയ്യിൽ മെഹന്തി ഉണ്ട്, നമുക്ക് പച്ച കുത്തുന്ന ഒരു കാര്യം. Because Saturday was മൈലാഞ്ചി അണിയിച്ച കൈയുമായിട്ട്. Saturday was her sister's wedding. കാരണം അതിന്റെ 2 ദിവസം മുൻപ് ശനിയാഴ്ച അവളുടെ സഹോദരിയുടെ കല്യാണമായിരുന്നു. All the girls were getting mehendi. അവരുടെ രീതി അനുസരിച്ച് പെൺകുട്ടികളെല്ലാം കയ്യിൽ മൈലാഞ്ചി അണിയാറുണ്ട്. So teacher scolds her in the class. എന്നാൽ ക്രിസ്തീയ അധ്യാപകരൊക്കെ ഉള്ള ആ സ്കൂളിലെ അധ്യാപിക അവളെ പരസ്യമായി ശകാരിക്കുന്നു. We have a rule, you can't come to the class with the mehendi. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്, നിങ്ങൾ കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞുകൊണ്ട് വരാൻ പാടില്ല. A week later is exam. ഒരു ആഴ്ച കഴിഞ്ഞാൽ പരീക്ഷയാണ്. This won't go for a week. ഒരാഴ്ചത്തേക്കെങ്കിലും ഈ കയ്യിലെ മൈലാഞ്ചി നമുക്കറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു, അത് പോകത്തില്ല, കഴുകിയാലൊന്നും പെട്ടെന്ന് പോകത്തില്ല. Rules are rules. Get out, don't come back until this is gone. ഈ കയ്യിലെ മൈലാഞ്ചി എപ്പോഴും അപ്രത്യക്ഷമാകുന്നു അന്ന് ഇനി സ്കൂളിൽ വന്നാൽ മതി, പരീക്ഷ എഴുതാനും പറ്റുകയില്ല. So the girl insulted goes back, cries, her father comes. അപമാനിതയായിരിക്കുന്ന ഈ പെൺകുട്ടി മടങ്ങിപ്പോകുന്നു. ഹിന്ദു കുട്ടിയാണ്, അവളുടെ അപ്പൻ സ്കൂളിലേക്ക് വരുന്നു. Teacher scolds the father. ഈ ടീച്ചർ അപ്പനെയും ശകാരിക്കുന്നു. The father goes to the principal. അപ്പന് ഈ കൊച്ചിന്റെ അച്ഛന് പ്രിൻസിപ്പലിന്റെ അടുക്ക പോകുന്നു. The principal scolds the father. പ്രിൻസിപ്പലും മൂന്നാമത്തെ ഒരു ഡോസ് കൊടുക്കുന്നു. We have rules. If you don't want to follow rules, don't send your children here. ഈ സ്കൂളിന് നിയമങ്ങളൊക്കെ ഉണ്ട്, നിയമം പാലിക്കാൻ അനുസരിക്കാൻ വയ്യ എന്ന് വരിയിൽ മോളെ ഈ സ്കൂളിൽ പഠിക്കാൻ വിടണ്ട. The father goes to the Hindu leaders.
പിതാവ് നിരാശനായിട്ട് മടങ്ങിപ്പോയി ഹിന്ദു നേതാവിൻ്റെ അടുക്ക പോകുന്നു. They come and try to reason with the principal. അവർ വന്നിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് പ്രിൻസിപ്പലിനോട് പുള്ളിയെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. Principal says, you take your daughter out of the school if you don't want our rules. ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കാൻ മനസ്സില്ലെന്ന് വരിയിൽ മോളെ TC വാങ്ങിച്ച് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിക്കോളാൻ പറയുന്നു. So Hindus beat up the principal. അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാം കൂടെ ചേർന്ന് ഈ പ്രിൻസിപ്പലിനെ അടിച്ച് നല്ല കണ്ടീഷനാക്കുന്നു. And Evangelical Fellowship of India publishes the news globally that Christians principal is beaten up by militant Hindus. ഞാനൊരു ഉദാഹരണം പറഞ്ഞാ കേട്ടോ. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ ലോകം മുഴുവനും വിളംബരം ചെയ്യുന്നു, ക്രിസ്തീയ സ്കൂളിലെ പ്രിൻസിപ്പലിനെ ഹിന്ദു തീവ്രവാദികളെ അടിച്ച് അവശനാക്കിയിരിക്കുന്നു. Then the bishops, this happened on 26th or 27th of December, 3 bishops and 7-8 other Christian leaders go to meet Mr. Modi. ഇത് കഴിഞ്ഞ അടുത്ത സമയത്ത് നടന്ന സംഭവമാണ്. 3 ക്രിസ്തീയ ബിഷപ്പുമാരും വേറെ ചില നേതാക്കന്മാരും കൂടെ പ്രധാനമന്ത്രി മോഡിയെ കാണാൻ പോകുന്നു. And they have come there to greet him for Christmas. ക്രിസ്മസിന് അദ്ദേഹത്തെ കണ്ട് വന്ദനം പറയാൻ വന്നതാണ്. And they begin to complain that this Ghar Wapsi program and persecution. കർവാപസി പ്രോഗ്രാമിനെ കുറിച്ചും ക്രിസ്തീയ പീഡയെക്കുറിച്ചും ഒക്കെ അവർ പരാതി പറയുന്നു. So Modi snubs the bishops and the Christians that, look, you've spoken these nonsense for 50 years, I'm not listening to it anymore. മോഡിയിൽ നിന്ന് അവർക്ക് കിട്ടിയതും നല്ല ഒരു ഡോസ് അവർക്ക് കിട്ടി. അവർ പറഞ്ഞു, കഴിഞ്ഞ 50 വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചുമ്മാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക ഈ പീഡയെക്കുറിച്ച്, ഞാൻ കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. He's right. മോഡി എടുത്ത ഈ നിലപാട് ശരിയാണെന്ന് ഞാൻ പറയും. Christians have been broadcasting against India even when Christians are wrong. ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് തെറ്റുള്ളപ്പോഴും നമ്മുടെ രാജ്യത്തിന് അപമാനം ഉണ്ടാക്കുന്ന നിലയിൽ ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കുണ്ട്. We are not communicating a message that Christianity is about building great India. God wants to bless our nation and we want to bless our nation. ക്രിസ്തീയത എന്ന് പറയുന്ന സ്നേഹത്തിന്റെ മാർഗമാണെന്ന് നാം അധിവസിക്കുന്ന രാജ്യത്തിനെ ഒരു മഹത്തരമായ രാഷ്ട്രമാക്കുന്നതിൽ നമുക്കൊരു പങ്കുണ്ടെന്നുള്ള കാര്യം മറന്നു കളഞ്ഞിട്ട് പിള്ളാരെ പോലെ പെരുമാറുകയാണ് നമ്മൾ. So we have to fear persecution because innocent evangelists will be killed. എന്നാൽ ഇത് പറയുമ്പോൾ മറ്റേ സത്യം ഞാൻ മറക്കുന്നില്ല. നിഷ്കളങ്കരായിരിക്കുന്ന സുവിശേഷന്മാർ പലരും പീഡിപ്പിക്കപ്പെടുകയും അവർക്ക് മരണം പോലും ഉണ്ടാകുന്ന വശമുണ്ട്. There is much deeper problem. എന്നാൽ അതിനേക്കാളും വളരെ ആഴത്തിലുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. Which is the image of the Indian church, the mission of the Indian church. ഇന്ത്യയിലെ സഭയെക്കുറിച്ച് ഇവിടുത്തെ അക്രൈസ്തവർക്ക് ലഭിച്ചിരിക്കുന്ന ചിത്രം, നമ്മളുടെ ദൗത്യത്തെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള ചിത്രം വളരെ മോശമാണ്. And the people who have really damaged the church in India is the Christian church. ഇന്ത്യയിലെ സഭയ്ക്ക് ഇത്രയും പേരുദോഷം വരുത്തിയത്, അപമാനം വരുത്തിയത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണെന്ന് പറയാൻ നാം ഒട്ടും മടിക്കണ്ട. It is the CNI, CSI bishops and Methodist bishops who are selling Christian properties and the Christian project holders who are looting Christian money. They are damaging Christianity. വടക്കേ ഇന്ത്യയിൽ അനേക സ്ഥലങ്ങളിലെ CNI-യിലും CSI-യിലും മറ്റ് വിവിധ വിഭാഗങ്ങളിലുള്ളതായിരിക്കുന്ന ബിഷപ്പന്മാര് അവരുടെ ഉള്ള വസ്തുക്കൾ, സഭയുടെ വക വസ്തുക്കൾ വിറ്റ് അന്യാധാനപ്പെടുത്തി എന്തുമാത്രം കൊള്ളയാണ് നടത്തുന്നത്. ഇന്ത്യയിലെ ക്രിസ്തീയതയെക്കുറിച്ചുള്ള മോശമായ ചിത്രം. It's Christian spokesmen like John Dayal and Joseph D'Souza and Sam Paul, these AICC people who have really done the damage to this image, because of which Modi will not listen to Christian bishops. ഇന്ത്യയിലെ ക്രിസ്ത്യ നേതാക്കന്മാർ ജോൺ ദിയാലിനെ പോലെയുള്ള പലരും, ഞാൻ പേരെടുത്ത് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഇവരൊക്കെയാണ് ഇന്ത്യയിലെ ക്രിസ്തീയതയെക്കുറിച്ച് വളരെ മോശമായ വികലമായിരിക്കുന്ന ധാരണ മോഡിയുടെ മനസ്സിലും കൊടുത്തത്. That's a very provocative statement and they need to be here for us to debate it publicly, and it needs to be debated for 1 or 2 hours. വാസ്തവത്തിൽ ഞാനിങ്ങനെ അവരുടെ അസാന്നിധ്യത്തിലാണ് പറഞ്ഞത്. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ അവർ നമ്മോടൊപ്പം ഉണ്ടെന്ന് വരികിൽ പരസ്യമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടുകയും അവർക്ക് ബോധമുണ്ടാകേണ്ട ഒരു കാര്യമാണിത് എന്നുകൂടെ ഞാൻ പറയട്ടെ. 2 മണിക്കൂറെങ്കിലും വേണം. I do have clear answers to the question in my mind. എൻ്റെ മനസ്സിൽ എന്നാൽ സഹോദരൻ ചോദിച്ച ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ട്. But those answers need a lot of time to explain. എന്നാൽ ആ ഉത്തരങ്ങൾ പറയാനായിട്ട് ഒരുപാട് സമയം ആവശ്യമുണ്ട്. A lot of this debate happened over the Orissa violence. ഒറീസയിലുണ്ടായതായിരിക്കുന്ന അന്നത്തെ അക്രമങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒത്തിരി കാര്യങ്ങൾ, സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. I lost a lot of friends. ഞാൻ അനേക സ്നേഹിതന്മാരുമായിട്ട് വിശദമായി സംസാരിച്ചു. But I am sure I will be vindicated. എന്നാൽ എനിക്ക് എൻ്റെ ഈ നിലപാട് തീർച്ചയായിട്ടും ഇത് തെളിയിക്കപ്പെടും എന്നും എനിക്ക് ഉറപ്പുണ്ട്. A young man who worked with OM
from Orissa. He is right now doing a PhD on persecution in Fuller University Seminary. Fuller Seminary. അമേരിക്കയിലെ ഫുള്ളർ സെമിനാരിയിൽ ഇന്ത്യയിലെ പെർസിക്യൂഷനെ കുറിച്ച് ഒരു ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായ ഒരു സഹോദരൻ ഇപ്പോൾ ഒരു റിസർച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And his thesis tentatively is that what is called persecution was actually not persecution, it was communal conflict. ഈ വ്യക്തിയുടെ ആ PhD തിസിസിൻ്റെ അതിൻ്റെ ചുരുക്കം ഇതാണ്: പല സമയത്തും ക്രിസ്തീയ പീഡ എന്നൊക്കെ നമ്മൾ മുദ്ര കുത്തുന്ന കാര്യങ്ങൾ രണ്ട് വിശ്വാസങ്ങളുള്ള സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്, അല്ലാതെ ക്രിസ്തീയ മാർഗത്തിനെതിരെയുള്ള യേശുവിനെതിരെയുള്ള ഒരിക്കലും പീഡയല്ല. So should we organize protests and organize a militia? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവന് ശക്തി പ്രകടനം നടത്തുകയോ മൗനമായ പ്രകടനം നടത്തുകയോ ഏത് തരത്തിലും പ്രതിഷേധം നമ്മൾ പരസ്യമായി പ്രകടിപ്പിക്കണോ? First, I would say, get serious about Indian democracy is a gift of biblical Christianity. ഞാൻ ഒന്നാമതായിട്ടൊരു കാര്യം പറയാം. എന്തെല്ലാം ദോഷവശങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിലെ ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥ ദൈവവചനം നൽകുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളത് നാം വിലമതിക്കണം. Rule of law is a gift of biblical Christianity to India. അപവാദങ്ങൾ ഉണ്ടെന്ന് വരികിലും നിയമവാഴ്ച ഏകദേശമൊക്കെ നടത്തപ്പെടുന്ന ഒരു രാഷ്ട്രത്തിലാണ് നാം ജീവിക്കുന്നത്. India doesn't know that because church doesn't know that. ഇന്ത്യക്ക് ആ ബോധ്യം കിട്ടാത്തതിന്റെ ഒരു കാരണം ഇന്ത്യയിലെ സഭയ്ക്ക് ഈ ബോധ്യം ഉണ്ടായിട്ടില്ല. We have handed over our schools and colleges to the devil, to secularism. വാസ്തവത്തിൽ ഈ ക്രിസ്തീയ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളുകളും കോളേജുകളും പോലും പിശാചിന്റെ പണിപ്പുരകളായി മാറുവാൻ അവർ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. Secularism in the western sense of the word, which is godlessness. വാസ്തവത്തിൽ പാശ്ചാത്യ പശ്ചാത്തലത്തിൽ സെക്യുലറിസം മതേതരത്വം എന്ന് പറഞ്ഞാൽ ദൈവരാഹിത്യമാണ്, ഓരോരുത്തരും തോന്നിയ പോലെ ജീവിക്കുക. അതാണ് ഇന്ത്യയിലെ colleges are teaching a godless political philosophy. വാസ്തവത്തിൽ ക്രിസ്തീയ അധ്യാപകർ പോലും ക്രിസ്തീയ സ്ഥാപനങ്ങൾ പോലും ദൈവമില്ലാത്തതായിരിക്കുന്ന ഒരു തത്വശാസ്ത്രത്തെയാണ് ഊട്ടി വളർത്തുന്നത്. So we don't really need to organize a militia or military to defend ourselves. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനായിട്ട് പരസ്യമായ അക്രമാസക്തമല്ലെങ്കിൽ പോലും മൗനജാഥകളോ പ്രതിഷേധ പ്രകടനങ്ങളോ ആവശ്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. Evangelical Christianity created Indian bureaucracy, Indian police force, Indian military. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി, സുവിശേഷവിഹിത ക്രൈസ്തവിതയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ നിയമവാഴ്ചയുടെ അടിസ്ഥാനമായിരിക്കുന്ന പോലീസ്, പട്ടാളം, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി ഇതിനെയൊക്കെ ഉണ്ടാക്കിയത്. We don't know that. നമുക്കത് വേണ്ടവണ്ണം അറിയത്തില്ല. Because for the last 50-60 years all our interest has been in going to heaven. കഴിഞ്ഞ 50-60 വർഷമായിട്ട് ഈ കാര്യങ്ങളെ നാം വേണ്ടവണ്ണം വിലമതിച്ചിട്ടില്ല. കാരണം നമ്മൾ പുറത്തെ പറച്ചില്ലെങ്കിലും സ്വർഗത്തിലേക്ക് പോകുന്നതിൽ മാത്രമാണ് നമ്മുടെ താല്പര്യം. We don't even know how India became free and how India became democratic. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായത് എങ്ങനെയാണെന്നും ഒരു ജനാധിപത്യ വ്യവസ്ഥ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചതെന്നുള്ളതിനെ കുറിച്ച് പോലുമുള്ള ഒരു ഉൾക്കാഴ്ച നമ്മിൽ പലർക്കുമില്ല. If only we rebuild the bureaucracy, we rebuild the press, we rebuild police, we rebuild courts, India, we will not need to protest. വാസ്തവത്തിൽ നമ്മൾ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെയും പോലീസ് നിയമവ്യവസ്ഥ ഇതിനെയൊക്കെ നാം മാനിക്കുകയാണെന്ന് വരികിൽ ശരിക്കും പറഞ്ഞാൽ നാം പ്രതിഷേധം നടത്തേണ്ട കാര്യം പോലുമില്ല. Does God want to bless India? Does God want to make India a great nation? നമ്മുടെ രാജ്യത്തെ ഒരു മഹത്തായ രാജ്യമാക്കാൻ ദൈവം വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നില്ലേ? Does he want to bring healing to this nation? ഈ രാജ്യത്തിന് ഒരു സൗഖ്യം, ഈ രാജ്യത്തിന്റെ ജനതയ്ക്ക് ഒരു സൗഖ്യം നൽകുവാൻ ദൈവം എത്ര കൊതിക്കുന്നു? Or does he only want to take our souls to heaven? അതോ നമ്മളെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് അങ്ങ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള ഒറ്റ കാര്യമേ These are the theological issues. യേശു These are the theological issues. വാസ്തവത്തിൽ വേദശാസ്ത്രപരമായിരിക്കുന്ന ഒത്തിരി മാനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. I was told not to talk about these things. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല. Because Kerala Christians will not be interested in it. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഈ വിഷയങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. They only want to go to heaven. അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ലക്ഷ്യമേ ഉള്ളൂ. To be blessed or healed. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഈ രാജ്യം സൗഖ്യമാകാനും അനുഗ്രഹിക്കപ്പെടാനും നമുക്ക് വാസ്തവത്തിൽ ആഗ്രഹമുണ്ടോ? So if we want India to be a just, a nation under light, under God,
there are other battles, and this is where we need 1 or 2 or 3 hours. ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ നീതി വസിക്കുന്ന ഒരു അനുഗ്രഹീതമായ രാജ്യമായിട്ട് ഇന്ത്യ രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളുണ്ട്. അതിലാണ് നാം മനസ്സ് വെച്ച് തുടങ്ങേണ്ടത്. So yes, democracy is becoming terrible in India. ഇന്ത്യയിലെ ജനാധിപത്യം വളരെ മോശമായിരിക്കുന്ന ഒരു 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 വഴിയിലേക്ക് നീങ്ങുകയാണെന്നുള്ളത് സത്യമാണ്. Because we are no longer salt of the earth, we are salt for heaven. നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ ഭൂമിയുടെ ഉപ്പായിട്ട് നാം തീരുകയല്ല, മറിച്ച് നാം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഉപ്പായിട്ട് നമ്മൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. So in order to prevent abuse of power, ശക്തി ദുർവിനിയോഗം ചെയ്യുന്നതിനെ തടയുവാൻ crime will always be there. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിൽ കുറ്റങ്ങൾ ഉണ്ടായിരിക്കും, നിയമലംഘനം ഉണ്ടായിരിക്കും. But public abuse of political power, എന്നാൽ പരസ്യമായിട്ട് രാഷ്ട്രീയമായിരിക്കുന്ന ശക്തി ദുർവിനിയോഗം ചെയ്യുന്ന കാര്യം, loss of freedom, അത് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യമാണ്. abuse of legal system, these need not be there. ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെയോ നമ്മുടെ നിയമവാഴ്ചയെയോ നാം ദുർവിനിയോഗം ചെയ്യേണ്ട ആവശ്യം ഒരിക്കലുമില്ല. If we get active about His kingdom coming to this earth, His will being done on earth as it is in heaven. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ രാജ്യം ഇവിടെ വരുന്നതിനും അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടക്കുന്നതിലും നമ്മൾ മനസ്സ് വെച്ചാൽ. How do we do that? നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത്? Let's begin by studying these. നമുക്ക് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് പഠിച്ചു തുടങ്ങിയാൽ ഒരു നല്ല തുടക്കമാകുമെന്ന് ഞാൻ പറയും. I'm not avoiding the question. I'm happy to talk about hours on this question. Go into the details. ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരം പറയുന്നതിൽ ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല, അതിന് മണിക്കൂറുകൾ വേണം. അതുകൊണ്ട് തൽക്കാലം അവിടെ നിർത്താം. But we don't have the time. നമുക്ക് സമയമില്ല. So how do we respond to persecution? അതുകൊണ്ട് ഈ പീഡ എന്ന് പറയുന്ന കാര്യത്തെ എങ്ങനെയാണ് നാം നേരിടുന്നത്? Instead of condemning, let's start blessing the people who crucify us. നമുക്ക് നേരെ ഏതെങ്കിലും നിലയിൽ വിരൽ ഉയർത്തുന്ന വ്യക്തിയെ നാം വിധിച്ച് തള്ളാതെ അവരെ അനുഗ്രഹിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു ഹൃദയം ക്രിസ്ത്യാനികളായി നമുക്കുണ്ടാകട്ടെ. Let's rejoice in persecution. അതുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ യേശു പറഞ്ഞതുപോലെ സന്തോഷിക്കാൻ നമുക്ക് കഴിയും, അത് നമുക്ക് ചെയ്യണം. Let's get busy in rebuilding Indian democracy and Indian judiciary and Indian police and Indian bureaucracy and politics. നമ്മുടെ രാഷ്ട്രത്തിൽ ദൈവവചനപ്രകാരമുള്ളതായിരിക്കുന്ന ജനാധിപത്യം വരുവാൻ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി, പോലീസ്, ഉദ്യോഗസ്ഥന്മാർ എല്ലാം ആ നിലയിൽ രൂപപ്പെടുവാനായിട്ട് നമ്മുടെ പങ്ക് ചെയ്യുവാൻ നമുക്ക് ഒരുങ്ങാം. If we don't do it, nobody else is going to do it for us. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ, യേശുവിന്റെ ശിഷ്യന്മാർ അത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ചെയ്യുവാൻ ഇന്ത്യയിൽ വേറെ ആരുമില്ല. Are you waiting for the kingdom of Antichrist to come? അന്തിക്രിസ്തുവിന്റെ വാഴ്ച ഇവിടെ തുടങ്ങാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണോ ഇന്ത്യക്ക് ഒരു രൂപാന്തരം വരുവാൻ? Or are you proactively seeking that His kingdom should come and His will should be done on earth? അതുവരെയും നാം കാത്തിരിക്കാതെ നാം പ്രാർത്ഥിക്കുന്നത് അർത്ഥമാക്കിക്കൊണ്ട് അവിടുത്തെ രാജ്യം വരുവാൻ വേണ്ടി ഭൂമിയുടെ ഉപ്പായിരിക്കാൻ നമ്മുടെ പങ്ക് ചെയ്യുവാനായിട്ട് നാം തയ്യാറാകുമോ? That's the challenge to the theology of the Malayali church. മലയാളി ചർച്ചിന്റെ വേദശാസ്ത്രത്തിന്റെ മുൻപിലുള്ളതായിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഗൗരവമായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. Thank you. Sorry for taking that long. Thank you very much, sir, for your answers. In fact, I also believe that the church is facing threat not only from Hindutva forces, but church is one of the main threats facing the church is theological confusion as to whether we all should wait for the millennium or what we should do and should be doing. May to bring His kingdom and asking His kingdom to come, and may the Lord, this is my prayer for myself and for all of us, that may the Lord grant light and revelation to us so that will change the way we are thinking and that will propel the church into further action. ഇന്ന് വളരെയധികം നമുക്ക് പ്രസക്തമായിരിക്കുന്ന, നമ്മെ വളരെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ദേവദാസിലൂടെ നമ്മൾ കേട്ടത്. എന്നാൽ എൻ്റെ മനസ്സിൽ അതേ ആത്മാവിൽ ഞാൻ പറയട്ടെ, ഭാരതത്തിലെ ക്രൈസ്തവരായിരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങൾ, ദൈവമക്കളായിരിക്കുന്നവർ അവരുടെ വേദശാസ്ത്രത്തെ പുനഃപരിശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ പോലെ കയ്യും കെട്ടി ഒന്നും ചെയ്യാനില്ലാത്തവരായിട്ട് ഇരിക്കുവാനല്ല, പകലുള്ളിടത്തോളം അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാനുള്ള ചിലതുണ്ട്. അതിന് നമ്മുടെ മനസ്സിനെ ഉണർത്തുവാൻ ഇന്നത്തെ ഈ പ്രഭാഷണം സഹായകമായെങ്കിൽ നമ്മൾ ധന്യരാണ്.
Thank you. Thank you. ആമേൻ. Thank you. വളരെ നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Thank you.